ഇച്ചായന്റെ പെണ്ണ്. രചന ലക്ഷ്മി ലച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. പ്ലീസ് ടീ പെണ്ണങ്ങല്ലേ പെണ്ണേ. ഇച്ചായനെ പൊന്നൂസല്ലേ. ഇനി ഒരിക്കലും ഇച്ചായനിങ്ങനെ ആവർത്തിക്കില്ലടാ. എന്റെ കൊച്ചാണ് സത്യം. അവൻ കൈ നീട്ടി അവളുടെ തലയിൽ തൊടാൻ പോയപ്പോഴേക്കും ആൾ അവനെ കണ്ണുകൂർപ്പിച്ച് നോക്കി. അവളുടെ നോട്ടത്തിൽ നീട്ടിയ കൈ അവൻ അങ്ങനെ തന്നെ താഴേക്ക് ഇട്ടു. അവനെ മൈൻഡ് ചെയ്യാതെ അവൾ അടുക്കളയിൽ പണിയിലേർപ്പെട്ടു. അവളുടെ പ്രതിഷേധം അവൾ പാത്രങ്ങളിൽ തീർത്തുകൊണ്ടിരുന്നു. ശേഷം ദോശമാവിട്ട് ദോശക്കല്ലിൽ ഓരോന്നായി ചുട്ടെടുത്തു. അതിനോടൊപ്പം തന്നെ നാളികേരം ചിരകിയെടുത്തു. ഇച്ചാന്റെ പൊന്നൂസ് അങ്ങോട്ട് മാറിക്കേ. ഇതൊക്കെ ഇച്ചായൻ തന്നെ ചെയ്തരില്ലേ. അവനവളെ തള്ളി മാറ്റി ബാക്കിയുള്ള തേങ്ങ ചിരവാൻ തുടങ്ങി. അവൾ ഉള്ളി തൊലി കളഞ്ഞു. പച്ചമുളക് ഉപ്പും കുറച്ച് നാളികേരം കൂടി മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്തു. ശേഷം അതൊരു ബൗളിലേക്ക് ഒഴിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും വേപ്പിലയും താളിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് ചട്നി റെഡിയാക്കി. കുറച്ച് നാളികേരവും തക്കാളി എടുത്ത് ചമ്മന്തി അരച്ച് വെച്ച് ദോശയും ചട്നിയും ചമ്മന്തി എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. അവനാണെങ്കിൽ അവൾ മിണ്ടാത്ത നോക്കി ചുണ്ടുകൂർപ്പിച്ച് നിന്നു. ടേബിളിലെല്ലാം എടുത്തു വെച്ച് തിരിഞ്ഞവളെ അവനൊരു കയ്യാൽ അവന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കുതിരിമാനാൻ ശ്രമിക്കുന്നുണ്ട്. പ്ലീസ് പൊന്നൂസേ, ഇനിയും മിണ്ടാ നടക്കല്ലേടാ. ഈ ചായന് നിന്റെ മാവിന് മാത്രം സഹിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ നീ എനിക്കിട്ട് രണ്ട് പൊട്ടിച്ചോ. എന്നാലും മിണ്ടാണ്ടിരിക്കില്ലേടാ. പറയുന്നതിനൊപ്പം അവന്റെ കണ്ണുകളും ചെറുതായി നനഞ്ഞു വന്നു. അവളത് കണ്ടെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോയില്ല. അവനെ തള്ളി മാറ്റി അവൾ റൂമിലേക്ക് നടന്നു. കബോർഡിൽ നിന്നും ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. സാധാരണ രണ്ടാളും കൂടിയാണ് അടുക്കളയിലെ പണികളൊക്കെ തീർത്ത് ഒരുമിച്ച് കുളിയൊക്കെ. ഇന്നെല്ലാം തിരിച്ചായപ്പോൾ അവന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ആ ദേഷ്യത്തിൽ തന്നെ അവൻ ബൈക്കിന്റെ കീ എടുത്ത് പുറത്തേക്ക് പോയി. അവന്റെ വണ്ടിയുടെ ശബ്ദം അകന്നു പോകുന്ന അവളും കേട്ടു. ബാത്റൂമിന്റെ ചുമരിൽ ചാരിന്ന് അവൾ കണ്ണുകൾ അടച്ചു. ഇരു ചെന്നിയിലൂടെയും കണ്ണുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകി. ഇത് ജിൻസൺ പോൾ. പുതുശ്ശേരിയുടെയും അവന്റെ മാത്രം പൊന്നൂസായ വേദലക്ഷ്മിയുടെയും കഥയാണ്. ജിൻസൺ നല്ലൊരു ഒന്നാന്തര അച്ചായൻ ഫാമിലി ജനിച്ചവനാണ്. പാരമ്പര്യമായി ഏക്കറണക്കിന് ഭൂമിയും സ്വത്തുള്ള കുടുംബം. പോൾ പുതുശ്ശേരിയുടെയും എൽസിയുടെയും രണ്ട് മക്കളിൽ മൂത്തവൻ. ഇനിയൊരാൾ ജീന. അവളിപ്പോ ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്നു. ആ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു നിലയും വിലയുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് അഹങ്കാരമൊക്കെ അവന്റെ അമ്മയ്ക്കും അച്ഛനും ഉണ്ട് താനും. ആ ജിൻസ, ദേ പോണു നിന്റെ പെണ്ണ്. ഇത്ര നാളായിട്ട് അവളെന്താടാ നിന്നെ ഒരു നോട്ടം കൊണ്ടുപോലും കടാക്ഷിക്കാത്ത? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ, എത്രയോ പെൺപിള്ളേർ ഇവന്റെ പിന്നാലെ നടക്കുന്ന. എന്നിട്ടോ ഈ മരക്കഴുതൊക്കെ പ്രേമ ആ പെണ്ണിനോടും. അല്ലെങ്കിൽ തന്നെ ഇവന്റെ ഏഴായിരത്തെത്താനുള്ള യോഗ്യത അവൾക്കുണ്ടോ? മനു ബാക്കി രണ്ടുപേരോടും കൂടി പറഞ്ഞു. അത് നീ പറഞ്ഞ് ശരിയാളിയാ. കാണാൻ ഇച്ചിരി തൊലിയൊളുപ്പും ചന്തമൊക്കെ ഉണ്ട്. എന്നാലും ഇവന് ചേർന്നൊരു പെണ്ണല്ല അവള്. അവക്കടെ ഭാവം അവളേതോ മറ്റേടത്ത സംഭവമാണെന്നാ ജോയൽ പറഞ്ഞപ്പോൾ മനുവും ഇതിനെ സപ്പോർട്ട് ചെയ്തു. ജിൻസ, നിനക്ക് ഇവൾ തന്നെ മതിയോ? നീ പറഞ്ഞ വേറെ 100 എണ്ണത്തിൽ നിന്റെ മുമ്പിലേക്ക് എത്തിച്ചേരും ഞങ്ങള്. ഇവള് നിനക്ക് സെറ്റാവില്ലടാ. മീതും പറഞ്ഞു നിർത്തിയപ്പോഴേക്കും അവൻ അടികൊണ്ട് നിലത്തേക്ക് വീണിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളമാരും ചെറുതായിട്ടൊന്ന് പേടിച്ചു വരച്ചു. എന്നും വൈകുന്നേരം ജിൻസന്റെ വീടിന് കുറച്ചപ്പുറം മാറിയ റബ്ബർ തോട്ടമുണ്ട്. അവിടെ ഒരു 4 പേര് അത്യാവശ്യം വെള്ളമണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിൻസിന് ആ പോയ മുതൽ വേദലക്ഷ്മിയുടെ 2 വർഷമായിട്ട് അസ്ഥിക്ക് പിടിച്ച പ്രേമമാണ്. അവനത് അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളും അമ്മയും പുതുതായിട്ട് അവിടെ താമസിക്കാൻ വന്നവരായിരുന്നു. അന്ന് അവൾ +2 പഠിക്കുന്നു. അമ്മയ്ക്ക് വയ്യായികയും കാര്യങ്ങളൊക്കെയാണ്. അച്ഛന് 1 വർഷം മുമ്പ് മരിച്ചുപോയി. ക്യാൻസർ ആയിരുന്നു. അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും ലവ് മാരേജ് ആയതുകൊണ്ട് പറയത്തക്ക ബന്ധുക്കളാരും തന്നെ ഇല്ല. അച്ഛനെ ചികിത്സിക്കാൻ ഒരുപാട് പണം ചെലവായി. ഉള്ള സ്ഥലവും കിടപ്പാടവും വിറ്റുപെറുക്കി അവിടുന്ന് പോന്നു. ഇവിടെ ജിൻസന്റെ വീടിനടുത്ത് ഒരു കുഞ്ഞു ഓട് വീട് വാങ്ങി താമസം തുടങ്ങി. അതിനിടയിലാണ് അച്ഛന്റെ മരണം. അതോടെ അമ്മയും തകർന്നു പോയി. എങ്കിലും മകൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നു. ഞാൻ നായിന്റെ മോനെ, ഇനിയൊരു വാക്കിന്റെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ, റബ്ബർ വെട്ടുന്ന കത്തിയെടുത്ത് 3 അരിഞ്ഞോളൂ. ഞാനൊക്കെ മൂത്ത് നടക്കുന്നവനാണെന്ന് നിന്നോട് പറഞ്ഞോടാ. അവനൊക്കെ കൂടി എനിക്ക് പെണ്ണിനുണ്ടാക്കാൻ നടക്കുന്നു. നിർത്തിക്കെല്ലാം ഏതോളം നിർത്തി. ഈ ജിൻസൺ നീയൊക്കെയുള്ള കൂട്ട് അവന്റെ അമ്മൂമ്മയുടെ നാറികളെ കള്ളുടിച്ച വയറ്റി കിടക്കണ്ട. അല്ല വായി തോന്നി മുഴുവൻ വിളിച്ചു പറയല്ലേ വേണ്ട. നിന്റെ വീട്ടിലൊക്കെ ഇല്ലടാ അമ്മയും പെങ്ങന്മാരും. മേലാലും ഇമാതിരി വർത്തനായിട്ട് എന്നെ ഉണ്ടാക്കാൻ വരരുത്, അറിയാലോ എന്നെ. അവൻ കഴിച്ചുകൊണ്ട് 3 പേരോടും കൂടി പറഞ്ഞു. അവരറിയാതെ ഉമിനീരിറക്കി തലയാട്ടിക്കൊണ്ടിരുന്നു. ജിൻസൺ ഓർക്കുകയായിരുന്നു അവളെ കുറിച്ച്. 2 വർഷം മുമ്പ് തന്റെ വീടിന്റെ അപ്പുറം താമസിക്കാൻ വന്നവർ, ഒരു കുഞ്ഞു പെൺകുട്ടി. കണ്ടാൽ തന്നെ കണ്ണെടുക്കാൻ തോന്നില്ല, അത്രയും ആകർഷണമാണ് അവളുടെ മുഖത്ത്. ആ മുഖത്തെ ഏറ്റവും ഭംഗി ആ ഉണ്ടക്കണ്ണുകളാണ്. പക്ഷെ അവയിൽ എന്തൊക്കെയോ സങ്കടങ്ങൾ ഒളിപ്പിച്ച പോലെ അവന് തോന്നി. ആദ്യം അവളൊരു കൗതുകമായിരുന്നു. അധികം ആരോടും സംസാരമില്ല. വീട് വിട്ടാൽ സ്കൂള്, അത് കഴിഞ്ഞാൽ പിന്നെ വീട്. വീട്ടിലെ പണികളെല്ലാം തന്നെ ചെയ്യുന്നത് കാണാം. നന്നായി പഠിക്കുമെന്നുള്ളത് ആ വർഷത്തെ +2 റിസൾട്ട് വന്നപ്പോഴാണ് മനസ്സിലായത്. അന്നും ഒരു കുഞ്ഞു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. താമിന്റെ പഠിക്കാൻ മോശമായതുകൊണ്ടും ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടും അപ്പന്റെ വഴിയെ തന്നെ പോയി കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു. ഇന്നിപ്പോ സ്വന്തമായിട്ട് കുറച്ച് ഭൂമിയും ഒരു കൊച്ചു വീട് അവൻ പണി കഴിപ്പിച്ചിട്ടുണ്ട്. വല്ലപ്പോഴും കൂട്ടുകാരത്ത് കമ്പനി കൂടാൻ അവിടെ പോയിരിക്കും. എപ്പോഴൊക്കെ അവളെ നോക്കിയിരുന്ന അവനിൽ പിന്നീട് പ്രണയം വിരിഞ്ഞ അവന് തന്നെ അതിശയമായിരുന്നു. അതിന് മാത്രമൊന്നും പ്രത്യേകത അവളിൽ ഇല്ലായിരുന്നു. പക്ഷെ അവളെ കാണുന്ന ഓരോ നിമിഷവും അവന്റെ ഹൃദയം കുതിച്ചേർന്ന് അവൻ അറിയാമായിരുന്നു. ജിൻസ, എന്തൊരു കിടപ്പാടായത്. നീ രാവിലെ വീട്ടിൽ നിന്ന് പോന്നല്ലേ, ഇപ്പൊ സമയത്രയായി നോക്കിയേ. ആ പെങ്കൊച്ചവിടെ തനിച്ചാണ്, നീ മറന്നു. ചെല്ല്, ഇനി ബാക്കി സ്വപ്നമൊക്കെ വീട്ടില്.
ഒരുപാട് നേരം രാമേട്ടാ, ഞാനൊന്ന് മയങ്ങിപ്പോയി. അയാളുടെ കടയുടെ വരാന്തയിലായിരുന്നു അവൻ കിടന്നിരുന്നു. എന്തൊക്കെയോ ഓർത്ത് കിടന്നുറങ്ങിപ്പോയി. എനിക്ക് തോന്നി കുട്ടിയെ. പിന്നെ നീ ഒരു കാര്യം ഓർക്കണം ജിൻസ, നിന്നെ വിശ്വസിച്ചാണ് ആ കൊച്ചവിടെ കഴിയുന്നതന്നെ. ആരും ഇല്ലാത്ത ആ പാവത്തിനെ നീയും കൂടി വേദനിപ്പിക്കരുത്. ഒരുപാട് സഹിച്ചതാ ആ പാവം. ഇനിയും അതിനെ സങ്കടപ്പെടുത്തരുത്. ഇല്ല രാമേട്ടാ, എൻ്റെ ചങ്കിലെ ജീവനുള്ളിടത്തോളം കാലം അവൾ ഒറ്റക്കായിരിക്കില്ല. ഞാനുണ്ടാവും അവൾക്ക് കൂട്ടായി. വേദനിപ്പിക്കാനും സങ്കടപ്പെടുത്താനല്ലല്ലോ രാമേട്ടാ അവളെ മുന്നിട്ട് ഞാൻ കൂടെ കൂട്ടിയത്. ഇതിപ്പോൾ ചെറിയൊരു സൗന്ദര്യ പിണക്കം, അത് ഞാൻ തന്നെ മാറ്റിക്കോളാം. അപ്പോൾ ശരി രാമേട്ടാ, ഞാൻ പോട്ടെട്ടോ. അവൻ അയാളോട് യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് പോയി. മുറ്റത്ത് പതിയെ പോലെ ലൈറ്റും വിളക്ക് കത്തിച്ച് വെച്ചതും കാണാതായപ്പോൾ തന്നെ അവന് മനസ്സിലായി ഇപ്പോഴും പരിഭവം മാറിയിട്ടില്ലെന്ന്. അവൻ ഉമ്മറത്തെ ലൈറ്റിട്ട് വാതിൽ തുറന്നപ്പോൾ തന്നെ അത് തുറന്നു വന്നു. ഹാളിലെ ലൈറ്റിട്ട് നോക്കിയപ്പോൾ അവളെ കണ്ടില്ല. രാവിലെ അടച്ചു വെച്ച ദോശയും ചമ്മന്തിയും എല്ലാം അതുപോലെ തന്നെ ടേബിളിരിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. ഉമ്മറത്തെ ഡോറടിച്ച് ലോക്കിട്ട് അവൻ അവരുടെ മുറിയിലേക്ക് ചെന്നു. മുറിയുടെ വാതിൽ തുറന്നപ്പോൾ ചുറ്റിൽ ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്നു. അവൻ ലൈറ്റ് ഓണാക്കി നോക്കുമ്പോൾ കട്ടിൽ ചുരുണ്ടുകൂടി എടുക്കുന്നുണ്ട് അവന്റെ പെണ്ണ്. പൊന്നൂസേ, അവൻ അവൾക്കടുത്തിരുന്ന് അവളുടെ ചെവിയിൽ ചുണ്ടുമുട്ടിച്ച് വിളിച്ചു. അവളിൽ നിന്ന് പ്രതികരണം ഇല്ലാതായപ്പോൾ തന്നെ അവൻ അവൾക്കടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. അവൾ ഉറങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. സോറി പൊന്നൂസേ, മനഃപൂർവ്വമല്ലടി. ഇന്നലെ അവന്മാർ നിർബന്ധിച്ചപ്പോ ഇച്ചിരി ഓവറായി പോയി. അവിടുന്ന് പോകുന്നതോ ഇവിടേക്ക് വന്ന് കിടന്നൊന്നും ഓർമ്മയില്ലടി. ഇനി ഞാൻ കുടിക്കില്ല, പ്രോമിസ്. ബിലേറ്റഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് പൊന്നൂസേ. അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ ഏങ്ങിയും കരഞ്ഞു. ഈ ചായ. അവൾ അവന് നേരെ തിരിഞ്ഞു കിടന്നു. അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ച് കരഞ്ഞു. പെട്ടെന്നുള്ള അവളുടെ നീക്കത്തിൽ അവനൊന്ന് പകച്ചു. എന്താടാ, എന്തിനാ കരയുന്നേ? ഈ ചായ സോറി പറഞ്ഞില്ലേ? ഈ ഒരു വട്ടം നീ ക്ഷമിക്കൂ പൊന്നൂസേ. എന്നിട്ട് അവളുടെ കരച്ചിൽ ചീളുകൾ ആ മുറിയിൽ നിറഞ്ഞു നിന്നു. ദേ പൊന്നൂസേ, നിന്നോട് ഞാൻ കരച്ചിൽ നിർത്താൻ പറഞ്ഞു. നീ ഈ കാര്യം പറയാൻ കിടന്ന് കരഞ്ഞ എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ കുടിച്ച മാത്രമല്ല നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. വേറെന്താ സംഭവം അത് പറ. അവൻ ബലമായി അവൾ അവനിൽ നിന്ന് അടർത്തി മാറ്റി അവളെയും കൊണ്ട് എഴുന്നേറ്റിരുന്നു. റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലേക്കുള്ള ഡോർ തുറന്ന് അവളെയും കൊണ്ട് അവിടെ ചാരി വെച്ചിരുന്ന ഫ്ലോർ ബെഡ് നിവർത്തിയിട്ടു. അവൾ അവന്റെ അടുത്തുനിന്ന് നീങ്ങി കുറച്ച് മാറി നിന്നു. മകരമാസത്തിലെ തണുപ്പ് അവരുടെ ശരീരത്തിലേക്ക് അരിച്ചു കയറി. ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകൾ നോക്കി കൈകെട്ടി ഏതോ ലോകത്തെന്ന പോലെ നിന്നവിടെ പുറകിലൂടെ അവൻ ചുറ്റിപ്പിടിച്ചു. ഇനി പറ, ഈ ചായന്റെ കൊച്ചിന് എന്താ പ്രശ്നം? ഞാൻ പോലും അറിയാതെ ഈ മനസ്സിൽ പോഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് എന്നോട് പറവണേ. ഈ ചായ ഇന്നലെ അമ്മയപ്പയും വന്നിരുന്നു. അത് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ നെറ്റി വിളിഞ്ഞു. എന്നിട്ട് നീ എന്താ പറയാതിരുന്നു? അവൻ നെറ്റി വിളിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. അപ്പോഴാണ് ഇന്നലെ ബോധമില്ലാവെന്ന് കിടന്നവന് ഓർമ്മ വന്നു. അവൻ അവളെ നോക്കിയൊന്ന് വിളിച്ച് കാണിച്ചു. സോറിഡി, ഞാൻ മറന്നുപോയി. എന്നിട്ട് അവനെന്താ പറഞ്ഞു? എന്തിനാ ഈ ചായനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയേ? അതല്ലല്ലോ ഞാൻ ചോദിച്ചുള്ള ഉത്തരം. നീ അവർ വന്നതിനാണെന്ന് പറ. അവളുടെ സംസാരത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവൻ അവളോട് തിരിച്ചു ചോദിച്ചു. ഇന്നലെ രാവിലെ ഈ ചായ പോയി കഴിഞ്ഞ് അവർ വന്നു. പെട്ടെന്ന് അവരെ കണ്ടപ്പോൾ പേടിയൊന്നെങ്കിലും അകത്തേക്ക് അയറ്റിരുത്തി കാപ്പിയെടുത്ത് കൊണ്ടുവന്നു കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു. അവൾ ആ സംഭവം ഓർത്തെടുത്തു. നീ ഒന്ന് തടിച്ച് കൊഴുത്തിട്ടുണ്ടല്ലോ പെണ്ണെ. അതിനെങ്ങനെയാ? കണ്ട കുപ്പത്തൊട്ടിയിലൊക്കെ കിടന്നവളെ പിടിച്ച് പട്ടുമത്തേക്ക് എടുത്തി റാണിയാക്കി എന്റെ മോനെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ ഒരു ദിവ്യ പ്രേമം എന്ത് കണ്ടിട്ടാടി നീ എന്റെ മോനെ മയക്കെടുത്ത്? അവളുടെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. അവളുടെ ചുണ്ടുകൾ വിരുമ്പി കണ്ണുനീർ കാഴ്ചയെ മറിച്ചുവെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ നോക്കി. അപ്പോഴും പോളൊന്നും പറയാതെ കാലിൽ കാല് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ മോനെ ഞങ്ങളിൽ നിന്ന് അകറ്റിയപ്പോൾ നിനക്ക് സമാധാനമല്ലോടി. നീ കാരണം എന്റെ മോൾക്കൊരു നല്ല ആലോചന പോലും വരുന്നില്ല. ആലോചിച്ച് വരുന്നവരൊക്കെ അവിടെ ആംഗ്ലേയത് ഒരു ഹിന്ദു പെണ്ണിനെ കല്യാണം കഴിച്ച് വീട് വിട്ട് പോയെന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് പോവാ. ഞങ്ങളുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് അവനൊരു ആലോചന വന്നപ്പോഴല്ലേ അവന് നിന്നെ തന്നെ മതിയെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന്. നീ ഒരൊറ്റ ഒരുത്തി കാരണം ഞങ്ങൾക്ക് നഷ്ടമായത് കോടികളാ, അറിയോ? എന്നിട്ട് അവിടെ ഒരു അയ്യോ പാവം നിൽപ്പും പൂങ്കണ്ണീരും. എൽസാ മതി. പോളവരെ തടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ദേ, ഇത് ഡിവോഴ്സ് പേപ്പറാ. നിനക്ക് അവന് വേണ്ട നീ തന്നെ പറഞ്ഞുകൊണ്ടുള്ളത്. ഇതിൽ നീ ഒരു ഒപ്പിടണ വേദലക്ഷ്മി. പേടിക്കണ്ട, അവന് നഷ്ടമായ നേരത്ത് നിനക്കൊരു ജീവിതം ഇല്ലാതിരിക്കില്ല. നിനക്കൊരു ആയുഷ്കാലം മുഴുവൻ കഴിയാനുള്ള പണം ഞങ്ങൾ തരും. പകരം അവന്റെ നിഴൽ വെട്ടത്ത് പോലും വരാൻ നീ ഒഴിഞ്ഞു പോകണം. അവനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് സാമുവലിന്റെ മകൾ സെലിൻ അവന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് അവനോട് പണ്ട് മുതലേയുള്ള പ്രണയ. ഇടയിൽ നീ വന്നുകൊണ്ടെല്ലാം തകിടം മറിഞ്ഞ്. അയാൾ പറഞ്ഞെടുത്തുമ്പോൾ അവൾ പകപ്പോടെ അയാളെ നോക്കി. അവർ രണ്ടുപേരുടെയും ചുണ്ടിലൊരു പൂച്ചച്ചിരി ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ഒപ്പിടില്ല. എനിക്ക് എൻ്റെ ഇച്ഛാനെ പിരിഞ്ഞ് ജീവിക്കാനാവില്ല. നിങ്ങൾ എന്തൊക്കെ തരാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട. ആളും വിട്ടുകൊടുക്കാതെ വാശിയോടെ പറഞ്ഞു നിർത്തി. അത് കൊള്ളാനോടി പെണ്ണെ, നിനക്കപ്പം നാക്കൊക്കെ ഉണ്ടല്ലേ. എന്നിട്ട് അവള് പാവം പോലെ നിന്ന്. ശരി, നീ ഒപ്പിടണ്ട. പക്ഷേ അവൻ തന്നെ നിന്നെ വേണ്ടെന്ന് വെച്ചാലോ? എൽസ ഗൂഢമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, എൻ്റെ ഇച്ഛാനെ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഇച്ഛാന്റെ പൊന്നിനെ വേണ്ടെന്ന് വെക്കാൻ ഇച്ഛാനാവില്ല. അതൊക്കെ നിന്റെ തോന്നലാ വേദ. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ട് അവന് കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത നിന്നെ പോലൊരു മച്ചിയെ അവനൊക്കെ കൊണ്ടു നടക്കുന്നതിന് നിന്റെ ഈ മേനിയാട് കണ്ടിട്ട് തന്നെയാണടി. നീ നോയിക്കോ, അവൻ തന്നെ നിന്നെ വേണ്ട നോക്കുന്ന ഒരു ദിവസം വരും. അതിനു മുമ്പ് മോള് നല്ലപോലെ ആലോചിച്ചിട്ട് ഇതിൽ ഒപ്പിട്ട് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഞങ്ങളിവിടെ വന്നു ഇതൊക്കെ പറഞ്ഞ് അവൻ അറിയാൻ പാടില്ല. എൽസ പറഞ്ഞിരുത്തി പുറത്തേക്ക് ഇറങ്ങി.
പുറകെ പോൾ അവളെ നോക്കിയൊന്ന് പുച്ഛിച്ചുകൊണ്ട് പോയി. അവളുടെ കാർ അകന്നു പോയപ്പോൾ അവളൊരു തളർച്ചയോടെ അവിടെ ഇരുന്നു. അവളുടെ കാതുകളിൽ മച്ചിയെന്ന് മാത്രം അലയടിച്ചു നിന്നു. കണ്ണുനീർ പെയ്തുകൊണ്ടിരുന്നു. അവർ പറഞ്ഞ ഓരോന്നും അവരുടെ മനസ്സിലൂടെ തെളിഞ്ഞു വന്നു. അച്ഛന്റെ മരണശേഷമാണ് ആ നാട്ടിലേക്ക് വന്നത്. അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ തീർത്ത അവശയായിരുന്നു. ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട പോലെയായിരുന്നു. അപ്പോഴുള്ളിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമായിരുന്നു ബാക്കി. അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം, അതിനുവേണ്ടി നല്ലോണം പഠിക്കണം, ജോലി നേടണമെന്നൊക്കെ. അതിനിടയിൽ റിസൾട്ട് വന്നു, നല്ല മാർക്കും കിട്ടി. അപ്പോഴും ഇതൊന്നും കാണാൻ അച്ഛനില്ലല്ലോ എന്നുള്ളത് ഒരു വേദനയായിരുന്നു. ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഇച്ചായം പോകുന്ന വഴിയിൽ നിൽക്കുന്ന കണ്ടത്. തന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചപ്പോൾ താനൊന്ന് ചിരിച്ചു കാണിച്ചു. പിന്നെ ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് നേരം വൈകി വന്നപ്പോൾ ഇടവഴി കടന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അവിടുന്ന് ഒറ്റയ്ക്ക് വരാൻ പേടി തോന്നി. ആ പേടിയുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പയ്യന്മാരോട് വല്ലാത്തൊരു വേഷത്തിൽ നിൽക്കുന്നുണ്ട്. പേടിയോടെയാണെങ്കിലും മുന്നോട്ട് നടന്നു നീങ്ങിയപ്പോൾ കൂട്ടത്തിൽ ഒരുത്ത മുന്നിൽ കയറി തടസ്സം നിന്നു. ബാക്കിയുള്ള 4 പേരും തന്നെ ചുറ്റി വളഞ്ഞു. ഉള്ളിലെ പേടി കരച്ചിൽ ചീളുകളായി പുറത്തേക്ക് വരാൻ അധിക സമയം വേണ്ടി വന്നില്ല. മുമ്പിലുള്ള ഒരുത്തൻ കയ്യിൽ കയറി പിടിക്കാൻ പോയപ്പോഴേക്കും അവൻ ആരുടെയോ ചവിട്ടുകൊണ്ട് നിലത്തേക്ക് വീണിരുന്നു. ഒരു വെള്ളമുണ്ടും കുർത്തയും ഇട്ട് മുണ്ട് മടക്കി കുത്തി അവന്റെ അടുത്തേക്ക് വരുന്നവനെ കണ്ടപ്പോൾ ഒരേ സമയം സന്തോഷം അവന്റെ മുഖഭാവം കണ്ടപ്പോൾ പേടി തോന്നി. തന്നെ ഒരു സൈഡിലേക്ക് നീക്കി നിർത്തി. പിന്നെ അവിടെ ഒരു പൂരമായിരുന്നു. അവസാനം തന്നെ വലിച്ച് നെഞ്ചോട് ചേർത്തവൾ പകച്ചുപോയി. നിലത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുന്ന അവന്മാർക്ക് നേരെ കൈ ചൂണ്ടി ഇച്ചായം പറഞ്ഞ് ഇപ്പോഴും കാതിൽ തുളഞ്ഞു നിൽപ്പുണ്ട്. പന്നം മക്കളെ, ഈ ജിൻസന്റെ പെണ്ണിനെ തൊട്ട് നിന്റെ കൈ എനിക്ക് വെട്ടിമാറ്റാൻ അറിയാത്തോണ്ടല്ല നിങ്ങളൊക്കെ വെറുതെ വിടുന്നത്. നിന്റെയൊക്കെ വീട്ടിൽ നേർച്ചയും വഴിപാടായിരിക്കുന്ന നിന്റെയൊക്കെ തള്ളമാർ ഓർത്തിടാപ്പൂല്ലേ? ഇനി ഒരിക്കൽ കൂടി എന്റെ പെണ്ണിനെ നേർക്ക് നിന്റെയൊക്കെ നോട്ടം വന്നാ അരിഞ്ഞ് തള്ളു ഞാൻ. ഇവളെന്റെ പെണ്ണാടാ, ഈ ജിൻസൺ മിന്നുകെട്ടി കൂടെ പൊറപ്പിക്കാൻ പോകുന്ന പെണ്ണ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.